ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം തടയണ തകർന്നു. നിരവധി പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഭീതി. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ തത്സമയം ചേരുന്നു. അഭിജിത്ത്, വെള്ളക്കെട്ട് ഭീതിയിലാണ് ജനങ്ങൾ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹലോ ഡെൽന, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ സംഭവം നടന്ന അതായത് കമാൻഡോ മുഖത്തിന് സമീപത്താണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതായത് കരുവന്നൂർ പുഴയിൽ നിന്നും ജലം ഒഴുകി വരുന്ന കമാൻഡോ മുഖത്താണ് ഇപ്പോൾ ഈ ഒരു തള്ളലുണ്ടായിരിക്കുന്നത്. ഏകദേശം രാവിലെ മുതൽക്ക് തന്നെ ഈ ബണ്ട് ചെറിയ രീതിയിൽ പൊട്ടി ഇപ്പോൾ അതിൻ്റെ മണ്ണുകളും മറ്റും ഒലിച്ചു പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു വ്യാപ്തി 7ഓളം പഞ്ചായത്തുകളെ കാര്യമായി തന്നെ ബാധിക്കുന്നതാണ്. അവിടങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. നമുക്കറിയാം, കാലവർഷം ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുമായിട്ട് മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായ സിദ്ധാർത്ഥൻ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? ഇവിടുത്തെ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഈ പുഴയുടെ ലെവലിൽ വെള്ളം ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഞാൻ ചെറുപ്പം പഞ്ചായത്തുകാരാണ്. ചെറുപ്പം പഞ്ചായത്ത് മാത്രമല്ല, ഇതിൻ്റെ സമീപപ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതേ ദുരന്ത അനുഭവം തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ട് നിവേദനങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ താൽക്കാലിക സ്ഥിര സംവിധാനം തള്ളിപ്പോയപ്പോഴാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. 10 ലക്ഷം രൂപ മുടക്കി ഇറിഗേഷൻ പണിതിട്ടുള്ള ഒരു താൽക്കാലിക തടയണമാണ് ഇപ്പോൾ തള്ളി നിൽക്കുന്നത്. ഈ സാധനം തള്ളിപ്പോയപ്പോൾ ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ 3 ലക്ഷത്തിൽ താഴെ രൂപ സ്വരൂപിച്ചിട്ട് നാട്ടുകാർ പണിത പാലാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി ഈ ഓരോ വർഷവും ഈ ദുരന്തം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് പേര് നിരന്തരമായി കഷ്ടപ്പെട്ട് വിടുന്നുണ്ട്. ഏതാണ്ട് 500-800 അടക്കിയ കുടുംബങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ആവറേജ് നമുക്കറിയില്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃത്യമായ കണക്ക് നമുക്കറിയുള്ളൂ. വെള്ളത്തിൽ മുങ്ങി എല്ലാ വർഷവും ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആലോചിക്കാൻ പറ്റാത്തൊരു ദുരന്തം താഴ്ന്ന പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും. മനസ്സിലായോ? സ്ഥിരം സംവിധാനം വേണമെന്ന് നിരവധി വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ്. സ്ഥിരം സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രക്ഷോഭങ്ങളായിട്ട് നടക്കണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരം സംവിധാനത്തിന് MLA ഫണ്ട് വെച്ചിട്ട് അത് ടെൻഡർ നടന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇറിഗേഷൻ ഓഫീസർ പോയപ്പോൾ പറഞ്ഞിരുന്നു. എത്രത്തോളം പ്രായോഗികമായിട്ട് അത് പ്രാബല്യത്തിൽ വരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അവർ പറഞ്ഞത് ടെൻഡറൊക്കെ നടന്നിട്ട് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ യാഥാർത്ഥ്യം പറഞ്ഞാണോ എന്നറിയില്ല. ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് വടക്കോട്ടുള്ള നീരൊഴുക്ക് കൃത്യമാക്കി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. എല്ലാ പാടശേഖര സമിതികളുടെ കടകളും തുറന്നു വിട്ടാൽ കളക്ടർ 2 ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കടകളും തുറന്നു വിടാൻ. ഒരാൾ പോലും തുറന്നു വിട്ടില്ല. അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ നീരൊഴുക്ക് കൃത്യമായിട്ട് പോകും. അപ്പോൾ അവിടെ ഒരു വലിയ അനാസ്ഥയുണ്ട്. അതായത് ചാലുകളും മറ്റും കാര്യങ്ങളൊന്നും തോടുകളൊന്നും കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതും ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഈ ചാല് തന്നെ ഇതിലത്തെ ചണ്ടിയും ഇതിൻ്റെ കുളവാഴയും ഇതിൽ കണ്ടാടിയിട്ടുണ്ടെങ്കിൽ അതും ആ തടസ്സങ്ങളൊക്കെ ഒരു ചെറിയ തടസ്സം മതി വെള്ളത്തിൻ്റെ നീരൊഴുക്ക് തടയാൻ. അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സുഗമമായിട്ട് വെള്ളം ഒഴുകി പോകും. അത് കാലാകാലത്ത് മഴയ്ക്ക് മുമ്പ് ചെയ്തു വരുന്നതാണ്. ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവർ ചെയ്യുന്നില്ല. ഇറിഗേഷൻ്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പാടശേഖര സമിതിക്കാർ ആ സമയങ്ങളിൽ എല്ലാം ഒരു പാടശേഖര സമിതി തുറന്നിട്ടിട്ട് കാര്യമില്ല. എല്ലാ പാടശേഖര സമിതിയും തുറന്നിട്ടാൽ കൃത്യമായിട്ട് ഈ വെള്ളം ഒഴുകിപ്പോകും. ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, നമുക്കറിയാം. ഇത് കെട്ടി നിൽക്കുന്നതുകൊണ്ട് പോകുന്നില്ല. എല്ലാവരും തുറന്നു വിട്ടാൽ കളക്ടർ പറഞ്ഞിട്ടുണ്ട്, ആരും തന്നെ തുറക്കുന്നില്ല. അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന ഈ പറഞ്ഞ പഞ്ചായത്തുകളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളാണ് എല്ലാ വർഷവും. എന്തായാലും ഡെൽന, ഈ കാണുന്നതാണ് എനിക്കൊന്ന് ദൃശ്യങ്ങൾ കുറിച്ച് കാണിക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ ബണ്ടിൻ്റെ മുഖമാണ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം കാര്യമായി തന്നെ ഒഴുകുകയാണ്. അതായത് ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 6ഓ 7ഓ പഞ്ചായത്തുകളെ കാര്യമായി തന്നെ ബാധിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലടക്കം അറിയാം, നമുക്ക് പ്രളയ സമാനമായ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇവിടെ നിന്നും വെള്ളം കൃത്യമായി തടഞ്ഞില്ലെങ്കിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, അതായത് ഇത് ബണ്ട് നിൽക്കുന്നത് ചാഴൂർ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ പോലും അരിമ്പൂർ, ചേർപ്പ് അടക്കമുള്ള നിരവധി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തടയണ പൊട്ടുന്നത് മൂലമുണ്ടാകുന്നത്. എന്തായാലും ഇതിൽ കാര്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ സ്ഥലത്ത് ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രസിഡന്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഫോണിൽ ശകാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് ഉദ്യോഗസ്ഥരോട് നേരത്തെ തന്നെ
തന്നെ കാലേക്കൂട്ടി ഇതിൻ്റെ തടയണയുടെ വലിപ്പം അല്ലെങ്കിൽ ഉയരം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് കൃത്യമായി ഉദ്യോഗസ്ഥർ ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ ജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വെള്ളക്കെട്ട് ഭീതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവർ കാലങ്ങളായി ആവശ്യപ്പെടുന്നത് ഈ തടയണ കാര്യം സ്ഥിരം സംവിധാനം വേണമെന്നൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിലൊന്നും തന്നെ ഇറിഗേഷൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്ന് കാര്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആക്ഷേപം നിലനിൽക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് അതായത് TCBയുടെ മാറ്റുലി മാർച്ച് മാസത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ആശങ്കയും ഈ ബണ്ടും മറ്റേ നിർമ്മാണം സ്ഥിര സംവിധാനം വേണമെന്നുള്ള ആവശ്യവും സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കയും മറ്റും പങ്കുവെച്ചുകൊണ്ടൊരു റിപ്പോർട്ട് നടത്തിയതാണ്. എന്നാൽ ഇതൊന്നും തന്നെ കാര്യമായി ഗവനിക്കാതിരുന്നതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്നും ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികളടക്കം മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ വല്ലാണ്ട് ഭീതിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകാനുള്ളൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും കരുവന്നൂർ പുഴ, അതായത് നമുക്കറിയാം പീച്ചി ഡാമിലെ വെള്ളം തുറന്നു വിടുകയോ അല്ലെങ്കിൽ മഴ അതിശക്തമായി തുടരുകയോ ചെയ്താൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയരും. ഈ ഒരു സാഹചര്യത്തിൽ ഈ തടയണയിലൂടെയുള്ള നീരൊഴുക്ക് വർദ്ധിക്കാൻ സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ താൽക്കാലികമായി കെട്ടിരിക്കുന്ന തടയണയുടെ ഈ ഗുരുതരമായ അനാസ്ഥയ്ക്ക് മാത്രമായി ഇവിടെ നിന്നും ധാരാളമായി വെള്ളം മറ്റു പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. എന്തായാലും ഇതിൽ നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉണ്ട്. ഡൽന.